ഒരു കൊടിവിളക്ക് തിരിയിട്ട് കത്തിച്ച് വാങ്ങുക. തൽക്കാലം നമ്മുടെ ശാന്തികളോട് ചോദിച്ചാൽ അത് തരും കുറച്ചു നേരത്തേക്ക്. കളം ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്ന കുടുംബത്തിലെ എല്ലാവരും, വിശേഷ നേർന്നയാളും കുടുംബജനങ്ങളും കൂടി ഒരുമിച്ച് കളത്തിന്റെ തലക്കിൽ ഭാഗത്ത് വരിക. ഗന്ധർവസ്വാമിയുടെയും മറ്റ് കാവുകളിലെയും വിളക്കുകളെല്ലാം ഇതിനോടകം തെളിയിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൊടിവിളക്ക് കൊണ്ട് ഭദ്രദീപം പ്രകാശനം ചെയ്യണം. തലയ്ക്ക് വെച്ചിരിക്കുന്ന വിളക്ക് ഒന്ന് കത്തിക്കണം. അതിനുശേഷം വെറ്റിലവാക്ക് ദക്ഷിണ വെച്ച് കളം കൈയേൽക്കണം. ശേഷിക്കുന്ന എല്ലാ വിളക്കുകളും ഉടനെ തെളിയിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് തുടരാവുന്നതാണ്. വിശേഷിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഉപാധി കണക്കെ ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ കളം. കളത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗന്ധർവസ്വാമി ഈ കളമെഴുതി, ഭസ്മം കൊണ്ട് കളമെഴുതി പഞ്ചവർണ്ണങ്ങളാൽ ആലേഖനം ചെയ്ത് രക്തമല്ലാത്ത അരക്തം കൊണ്ട് തർപ്പണം ചെയ്ത് അവദാനങ്ങൾ പാടിക്കഴിയുമ്പോൾ ഭഗവാൻ വിശ്വാവസു എന്ന ഗന്ധർവനായി പുനരവതരിക്കും. ആ സന്ദർഭത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതിന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പൊ ഗന്ധർവൻ പ്രസാദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബജീവിതം, ഐശ്വര്യ സമ്പൽ സമൃദ്ധി, അതുപോലെ തന്നെ എല്ലാവിധ ദാമ്പത്യ സൗകുമാര്യങ്ങളും കുടുംബജനങ്ങളിലേക്ക് വരണമെങ്കിൽ, വിവാഹലബ്ധി പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വരണമെങ്കിൽ ഗന്ധർവസ്വാമിയുടെ പ്രസാദം വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി തരണം എന്ന് ഭഗവാനോട് വളരെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെറ്റിലയും വാക്കും ദക്ഷിണ ഉൾപ്പെടുന്ന ആ വസ്ത്രം കളത്തിലേക്ക് വെക്കുക. എല്ലാവരും വെക്കുക. Yeah.